ഹായ് ഹലോ എല്ലാവർക്കും അനോഖ സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് ഓർമ്മകൾ പുറകോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മണവും രുചിയും ഒക്കെ ഉള്ളൊരു കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പി പറയാനാണ്. ഞങ്ങളുടെ അവിടെ കുമ്പിളപ്പം എന്നാണ് പറയുന്നത്. ചക്കയപ്പമെന്നോ ചക്കയുടെ എന്നൊക്കെ പറയാം. ഇതിന് നമ്മൾ കൂഴച്ചക്കയാണ് ഉപയോഗിക്കുന്നത്. പഴുത്ത കൂഴച്ചക്ക, വരിക്കച്ചക്കയിലും ചെയ്യാം. ഇപ്പോൾ ഒരു കൂഴച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. വരിക്കച്ചക്കയാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞൊക്കെ എടുത്താൽ മതിയാകും. കൂഴച്ചക്കയാണ് ഇതിൻ്റെ കറക്റ്റായിട്ടൊരു ഫ്ലേവർ കിട്ടുന്നത്. എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ അമ്മച്ചിയൊക്കെ കൂഴച്ചക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂഴച്ചക്കയുടെ കുരുവൊക്കെ ഒന്ന് തെന്നി മാറ്റി പാട എങ്ങാനും ഉണ്ടെങ്കിൽ അതും ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. വരിക്കച്ചക്കയാണെങ്കിലും പറഞ്ഞ് കുരു കളഞ്ഞിട്ട് നമ്മളൊന്ന് അരിഞ്ഞ് എടുക്കണം. കുറച്ച് കട്ടിയുണ്ടല്ലോ വരിക്കയുടെ ചുളയ്ക്ക്. അതിനുശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. പണ്ടൊന്നും അരയ്ക്കത്തില്ലായിരുന്നു, കൈകൊണ്ട് ഇങ്ങനെ തിരുമത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു 10 സെക്കൻഡ് ഒന്ന് അരച്ചെടുത്താൽ മതിയാകും. എല്ലായിടത്തും ഒരുപോലെ ആ ചക്കയുടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം പണ്ടൊക്കെ ഇങ്ങനെ കടിക്കുമായിരുന്നു ഞങ്ങളൊക്കെ കഴിക്കുമ്പോഴേ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ശർക്കര വേണം. മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര എടുത്താൽ മതിയാകും. എൻ്റെ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് പാനിയാക്കാൻ നമ്മൾ വെച്ചേക്കണം ഈ സമയത്തെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയുടെ പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ശർക്കരയിലൊക്കെ ഒരുപാട് അഴുക്കുണ്ടതുകൊണ്ട് പാനിയാക്കി കഴിവതും അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് വെള്ളം ഉപയോഗിച്ച് പാനിയാക്കിയാൽ മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഒരു അരമുറി തേങ്ങ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർക്കാം നിങ്ങൾക്ക്. അതുപോലെ ഞാൻ തേങ്ങ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പൊടികളായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിരിക്കുന്നത് അരിപ്പൊടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗോതമ്പ് പൊടിയും എടുക്കാം, അരിപ്പൊടിയും എടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടി. അപ്പോൾ അതൊരു 2 കപ്പ്, ഈ ഗ്ലാസ്സിനൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 300 ml ഗ്ലാസ്സാണ്. അതിനൊരു 2 കപ്പ് അരിപ്പൊടിയും. പിന്നെ ഇത് സോഫ്റ്റ് ആകാൻ വേണ്ടി അമ്മച്ചി പറഞ്ഞു തന്നൊരു പരിപാടിയാണ്, കുറച്ച് റവ ചേർക്കണം. ഞാനൊരു 3/4 ഗ്ലാസോളം വറുത്ത റവ ചേർത്തിട്ടുണ്ട്. റവ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവുമെന്ന് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് അത് ചേർത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. അതുപോലെ ഒരു 1/2 സ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട്. ആ മധുരവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വെള്ളമൊന്നും ചേർക്കാതെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ചക്കയുടെ ആ വെള്ളത്തിൻ്റെ മയവും എല്ലാം ഉണ്ട്. 5-6 ഏലയ്ക്ക അതിൻ്റെ തൊലി കളഞ്ഞ് പൊടിച്ചെടുക്കണം. അതോടൊപ്പം ചെറിയ ജീരകം പൊടിച്ചത്, നല്ല ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ഒരു 1/2 ടീസ്പൂൺ എടുക്കണം. എൻ്റെ പാത്രം ചെറുതായിരുന്നു, ഇളക്കാൻ പറ്റുന്നില്ലേ, അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി പൊടികളും ചേർത്തു. ശർക്കര പാനിയായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. 3/4 ഗ്ലാസോളം ഉണ്ടായിരുന്നു. അത്രയും ഞാൻ എടുത്തില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. എനിക്കത് മതിയായിരുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് മാവ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം ആവശ്യത്തിനുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ കൈ കൊണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ചിലർ സോഡാപ്പൊടി ചേർക്കും, സോഡാപ്പൊടി ഒന്നും ചേർക്കല്ലേ. ഇതൊരു പ്രിസർവേറ്റീവ് ഇല്ലാത്തൊരു നാച്ചുറലായിട്ടുള്ളൊരു സീസണലായിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. കുട്ടികൾക്കാണേലും നമുക്കാണേലും 4 മണി പലഹാരമായിട്ടോ ചായക്കോ ഒക്കെ ഉപയോഗിക്കാവേ. ചിലരിത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടും കഴിക്കുവേ. പിന്നെ ഇതിൻ്റെ മെയിൻ ആളാണ് ഈ ഇരിക്കുന്ന ആൾ, വഴനയില അല്ലെ, എന്താ പറയുക, ഞങ്ങൾ പറയുന്ന കുമ്പിളല എന്നാണ്. തേജപാത്രം എന്നൊക്കെ പറയാറുണ്ട്, കുമ്പിളില. അപ്പോൾ അത് നമ്മളിതുപോലെ വൃത്തിയാക്കി എടുത്തിട്ട് കോണായിട്ട് മടക്കി ഇങ്ങനെ നമ്മൾ ഇറക്കിൽ കൊണ്ട് കുത്തിയെടുക്കും. അപ്പം നമ്മുടെ ഈ ചക്കയപ്പത്തിൻ്റെ അല്ലെങ്കിൽ കുമ്പിളപ്പത്തിൻ്റെ ഈ രുചി കിട്ടാനും മണം കിട്ടാനുമുള്ള പ്രധാന കാരണം ഈ ഇലയാണ് കേട്ടോ. ഈ ഇലയ്ക്ക് നല്ലൊരു മണമാണ്. ആ മണമെന്ന് പറഞ്ഞാൽ വീട് മുഴുവൻ അതിൻ്റെ വാസന നിൽക്കും. അപ്പം പണ്ട് അംഗനവാടിയിലെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പ്ലാവല കുത്തി തന്ന ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അപ്പം നമുക്ക് കുമ്പിളില അവൈലബിൾ അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യാനാണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാഴയില നമുക്ക് ഉപയോഗിക്കാം. അട പോലെ പരത്തിയാൽ മതിയാകും. എങ്ങനെയാണെങ്കിലും ചെയ്താൽ മതിയാകും. ശേഷം ഓരോ കുമ്പിളിലേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് അതിൻ്റെ മിക്സ് നിറച്ച് കൊടുക്കുക. പണ്ടൊക്കെ കയ്യിലാണ് ചെയ്യുന്നത്, ഇപ്പോൾ കൈയൊന്നുമില്ല, ഇപ്പോൾ എല്ലാം സ്പൂണാണ്. എന്തുകൊണ്ടായാലും കുഴപ്പമില്ല, നിറച്ചെടുത്താൽ മതിയാകും. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇതേ ഓരോന്നും ഞാൻ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ നിറയ്ക്കുന്നത് കാണുമ്പോഴേ. അപ്പം വളരെ ഹെൽത്തി ആയിട്ടും വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സീസണൽ ഫുഡാണ് നമ്മുടെ ചക്കയെന്ന് പറയുന്നത്. ഈ ഷുഗർ ഉള്ളവരും നമ്മുടെ ഡയറ്റ് നോക്കുന്നവരും ആണെങ്കിൽ ഒരുപാടൊന്നും ഇത് കഴിക്കാൻ നിൽക്കണ്ട. ഒരു മിതമായിട്ട് കഴിച്ചാൽ മതിയാകും. വേറൊന്നും കൊണ്ടല്ല, കുട്ടികൾക്കൊക്കെ കഴിക്കാം. വേറെ സൈഡ് എഫക്ട്സോ പ്രശ്നങ്ങളോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇല്ലല്ലോ. വല്ലപ്പോഴും കിട്ടുന്ന ഫുഡും അല്ലേ, എന്നും കിട്ടത്തില്ലല്ലോ നമുക്കിത്. അപ്പം ചക്കയൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് എല്ലാ കുമ്പിളും ഞാൻ മാവ് നിറച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അപ്പച്ചെമ്പല്ലി ഇഡലി പാത്രത്തിനകത്ത് വെള്ളം തിളച്ച് വരുമ്പോൾ ഇതെല്ലാം അപ്പവും വെച്ചിട്ട് നമ്മളൊന്ന് ഒരു 20 മിനിറ്റ് ആവി കയറാൻ വെച്ച് കൊടുക്കണം കേട്ടോ. എനിക്കൊരു 10-25 അപ്പത്തോളം ഉണ്ടാവുമായിരുന്നു. ഞാൻ ഓർത്തു എൻ്റെ മക്കളൊന്നും കഴിക്കില്ല എന്ന്. പക്ഷേ എന്ത് പറ്റിയോ, ഒരെണ്ണം പോലും വേസ്റ്റ് ആയില്ല, അവരെല്ലാം കഴിച്ചു. ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ ചക്ക കഴിക്കില്ല, അവർക്ക് ഒട്ടും ഇഷ്ടമല്ല കൂഴച്ചക്ക എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇത് ഒരെണ്ണം പോലും അമ്മമാർ കളഞ്ഞില്ല, ചോദിച്ച് വന്ന് കഴിച്ചു കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമുക്ക് ഉണ്ടാക്കി കൊടുത്താലും കഴിക്കുന്നത് കാണുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം.
റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റോളം ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ചൂടോടെ കഴിച്ചാലും നല്ലത്, തണുത്തിട്ട് കഴിച്ചാലും നല്ലത്. എൻ്റെ കുഞ്ഞാണെ വന്ന് ചോദിക്കുന്നുണ്ട് തരാമോന്നേ. അപ്പോൾ ചൂട് കാരണം എനിക്ക് എടുത്ത് കൊടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതിയാകും. ചക്ക ഉണ്ടെങ്കിൽ കളയല്ല കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. നമ്മുടെ പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെയല്ലേ നമുക്ക് തിരികെ കിട്ടുന്നത്. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.